ഷാർജയിലെ മലീഹ മരുഭൂമി മനുഷ്യരുടെ ചരിത്രം പറയുന്ന ദേശീയ ഉദ്യാനമായി മാറുകയാണ്. 2 ലക്ഷത്തോളം പഴക്കമുള്ള മനുഷ്യവാസത്തിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴുമുണ്ട് മലീഹയിൽ. മലീഹ മരുഭൂമി കുന്നും പാറകളും താഴ്വരകളും നിറഞ്ഞ് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന മരുഭൂപ്രദേശം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശവക്കല്ലറകളടക്കം ചരിത്രശേഷിപ്പുകൾ വേറെ. ഇവിടേക്ക് ചുവടുവെക്കുന്നവർക്ക് കാതോർത്താൽ നമുക്ക് മുമ്പേ കടന്നുപോയ ഒരുപാട് തലമുറകളുടെ പാദസ്പർശത്തിൻ്റെ സ്വരം കേൾക്കാം. ഈ താഴ്വരയിൽ ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനുമല്ല, 2 ലക്ഷത്തോളം വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ച് മരിച്ചുപോയവരുണ്ട്. അവയിൽ പലതിൻ്റെയും ശേഷിപ്പുകളുമുണ്ട്. ഈ മരുഭൂമിക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നവരോട് പറയാനേറെയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി ഈ പ്രദേശത്തെ മലീഹ നാഷണൽ പാർക്ക് എന്ന പേരിൽ സംരക്ഷിക്കാൻ ഉത്തരവിട്ടത്. മുപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന മരുഭൂമിയാണ് സംരക്ഷിത പ്രദേശമായി മാറുക. It's a site that connects us all with archaeological history and UNESCO nominations, making us a profound example of historical importance. We've also got wildlife conservation, rehabilitation of landscapes, and a desert green-up, bringing Maliha back to its natural standing, focusing on everything from archaeology, paleontology, natural history to astronomy sessions that are well known in the UAE and hopefully in the future will be world renowned. We hope to be a benchmark. നമ്മുടെ പൂർവികരുടെ ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ മനുഷ്യവാസത്തിൻ്റെ തെളിവുകൾ ഖനനം ചെയ്തെടുക്കപ്പെട്ട സ്ഥലമാണ് മലീഹ. സംരക്ഷണ മേഖലയുടെ വേലിയടക്കമുള്ള നിർമ്മാണം ഈ വർഷം 3-ാം പാദത്തോടെ പൂർത്തിയാക്കുമെന്ന് ഷുറൂഖ് CEO أحمد الكثير പറയുന്നു. تأتي مشاركة هيئة الشارقة للاستثمار والتطوير شروق للمرة 17 في سوق السفر العربي والتركيز على موضوع الاستدامة. اليوم إمارة الشارقة تمتلك مقومات كبيرة في مجال السياحة البيئية من ناحية تنوع طبيعي، تنوع فطري، فلذلك يعني الهيئة اليوم تطور مشاريع في مجال السياحة المستدامة. വന്യജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കുന്ന കോർ കൺസർവേഷൻ സോൺ, പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിനോദസഞ്ചാരവും താമസ സൗകര്യവും ഉറപ്പാക്കുന്ന എക്കോ ടൂറിസം സോൺ, സംരക്ഷണത്തിൻ്റെയും സുസ്ഥിരതയുടെയും മാതൃകയാകുന്ന ഡ്യൂൺ സോൺ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് മലീഹ നാഷണൽ പാർക്ക് രൂപകൽപ്പന ചെയ്യുക. ദേശീയ ഉദ്യാനമായി മാറുന്നതോടെ മലീഹ മരുഭൂമിയുടെ വിനോദസഞ്ചാരത്തിൽ പുതിയ നിയന്ത്രണങ്ങളുണ്ടാകും. ദേശീയോദ്യാന പരിധിയിലെ മൃഗവേട്ട, വാഹനങ്ങളുടെ ഉപയോഗം, ജൈവ ഉൽപ്പന്നങ്ങളുടെ ശേഖരണം, പ്രകൃതിയുടെ സ്വാഭാവിക കാഴ്ചകളിൽ മാറ്റം വരുത്തൽ, ജീവികളുടെയും സസ്യങ്ങളുടെയും ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നുകയറൽ എന്നിവ കുറ്റകരമായി മാറും. വൃക്ഷങ്ങളോ തൈകളോ പറിക്കുന്നതും മണ്ണോ ജലമോ വായുവോ മലിനമാക്കുന്നതും നിയമ നടപടിക്ക് കാരണമാകും. പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന ക്യാമ്പിംഗ് അടക്കമുള്ളവ നിയന്ത്രിക്കപ്പെടും. നിലവിൽ മലീഹയിൽ പ്രവർത്തിക്കുന്ന മലീഹ ആർക്കിയോളജിക്കൽ സെന്റർ, മൂൺ റിട്രീറ്റ്, അൽഫായ റിട്രീറ്റ്, സ്കൈ അഡ്വഞ്ചേഴ്സ്, മലീഹ ക്യാമ്പിംഗ് സൈറ്റ് എന്നിവയടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാർക്കിന്റെ ഭാഗമായി തുടരും. പ്രകൃതിയോടിണങ്ങി സാഹസിക അനുഭവങ്ങളും ചരിത്ര കാഴ്ചകളും ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ടാകും. UAEയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മാത്രമല്ല, മനുഷ്യവാസത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള പുതുതലമുറയുടെ തിരിഞ്ഞുനോട്ടത്തിനും ഉണർവ് പകരുന്ന പുതിയ പദ്ധതിയായി മാറും മലീഹ ദേശീയോദ്യാനം.